സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ പുതിയ ഉഡായിപ്പുമായിട്ട് ഇന്ത്യ ലൈവ് ചാനൽ ഇറങ്ങിയിരിക്കുകയാണ്. സുനിൽ വാളയാർ വിഷം എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് വിഷം ചീറ്റുന്ന ജീവിയാണ് ഈ സുനിൽ വാളയാർ. അവൻ RSSന്റെ കുറിയുണ്ട്, പിന്നെ ഒരു മഞ്ഞ ചരടും കെട്ടിയിട്ടുണ്ട്. ഇത് രണ്ടുമായ RSSകാരനാവും. അപ്പോൾ എങ്ങനെയും പൈസ ഉണ്ടാക്കുക, ആരെ വിറ്റും രാജ്യത്തെ വിറ്റും കാശുണ്ടാക്കുക. പറയാണ് ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കാൻ, ഇന്ത്യയുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് വേണ്ടി പടപൊരുതാൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ ബാക്കിയുള്ള ചാനലുകൾ തമസ്കരിക്കുന്ന വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒന്നുമല്ല. RSSന്റെ അജണ്ട നടപ്പാക്കാൻ, ഇവിടെ വർഗീയ ലഹള ഉണ്ടാക്കാൻ, മുസ്ലിങ്ങളെയും ഇപ്പൊ ക്രിസ്ത്യാനികളെ അവർ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളെ ഒരുവിധം മുസ്ലിങ്ങളെ ഒതുക്കിയതിന് ശേഷം ക്രിസ്ത്യാനികളെ പിടിക്കാന്നും പറഞ്ഞാണ്. അപ്പോൾ ആവശ്യത്തിന് അവർ കൊടുക്കുന്നുണ്ട്, ഇസ്ലാമിക്ക് കൂടെ കൂടെ അടി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ ഈ സുനിൽ വാളയാർ എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് വർഗീയത. അതായത് മുസ്ലിം പേര് കേട്ടാൽ മതി അവന് അലർജിയാണ്. അങ്ങനെയുള്ളവരാണ് പറയുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്നവരെ നമ്മൾ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത്. ഇവരില്ലായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ നേരത്തെ ഇല്ലായിരുന്നു. അപ്പൊ രാജ്യം പലരും കൂടി തിന്നുകൊണ്ട് കളഞ്ഞ്, ഒരുപാട് പേര് രാജ്യത്തെ ഭക്ഷിച്ചു കളഞ്ഞ്. ഇവിടെ ഒരുപാട് തെന്മാടികളും രാജ്യദ്രോഹികളും ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം രാജ്യദ്രോഹികൾ ആരാണ്. രാജ്യദ്രോഹികൾ എന്ന് പറയുന്നതും ഭീകരവാദികൾ എന്ന് പറയുന്നതും നമ്മുടെ മഹാരാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്തുള്ളത് RSSകാരാണ്. സംശയം ഉണ്ടാവില്ലേ? അതായത് നിഷ്പക്ഷമതികളായ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അറിയാം RSSകാരും സംഘപരിവാറുകാരും രാജ്യദ്രോഹികളും ഭീകരവാദികളും. അവർ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പറച്ചിൽ എന്ന് പറയുന്നത് വലിയ വായിൽ അവർ വർത്തമാനം പറയും. അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കും. ഇങ്ങനെയുള്ള ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്യാനേ പാടില്ല. യവന്മാര് പറയുന്ന വിഷം നമ്മുടെ ഉള്ളിൽ കുറേശ്ശെ കുറേശ്ശെ വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷം തിന്നാലും നമ്മൾ മരിക്കില്ല. അല്ലെങ്കിൽ അതായത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം, പണ്ട് കാലത്ത് ചെറിയ രീതിയിൽ വിഷം വന്നാൽ തന്നെ മനുഷ്യന് രോഗം ഉണ്ടാവും, ചിലർ മരിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വിഷം ഓരോ ഈ സബ്ജി, അതായത് നമ്മുടെ കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ, അത് ഈ മത്സ്യത്തിലാവട്ടെ, അല്ലെങ്കിൽ പച്ചക്കറി വർഗത്തിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അരി ആഹാരത്തിലാകട്ടെ, എല്ലാത്തിലും കുറേശ്ശെ കുറേശ്ശെ നമ്മൾ കീടനാശിനി തളിക്കും. അങ്ങനെ കീടനാശിനി തളിച്ച് മനുഷ്യനിപ്പോ ഈ ഏത് വിഷം കഴിച്ചാലും മരിക്കില്ല. അതുപോലെ എവരുടെ വിഷം എന്ന് പറയുന്നത് നിങ്ങൾ കഴിയുന്നത്ര കഴിക്കാതിരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. കാരണം ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറേശ്ശെ നമ്മളെ ശരീരത്തിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ വിഷം 100% ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ മനുഷ്യനല്ലാതെ. അപ്പോൾ അതിന് പോണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ ഈ ചാനൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എങ്ങനെ നാട്ടിൽ കലാപം അഴിച്ചിടാൻ നോക്കും, എങ്ങനെ വർഗീയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കും, എങ്ങനെ ജനങ്ങളെ വിഭജിക്കാൻ ഉണ്ടാക്കാൻ കഴിയുന്നു. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നന്മ ഞാൻ കേട്ടിട്ടില്ല ഇന്ന് വരെ. ഇവരൊരു നന്മ പറയുന്ന മനുഷ്യരെ, സഹോദരങ്ങളാണ്. നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. നമ്മളിവിടെ ജനിച്ചു, നമ്മളിവിടെ ജീവിക്കുന്നു, നമ്മളിവിടെ മരിക്കണം. ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയണം നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി. അങ്ങനെ വേണം പറയാനുള്ള. അങ്ങനെ പറയുന്ന ചാനലുകൾ ഇവിടെ വളരെ കുറവാണ്. എന്തെങ്കിലും ഞാൻ ഒരുപാട് ചാനൽ നോക്കിയിട്ട് ഞാനല്ലാതെ ഇതാരും പറയുന്നത്, ഞാൻ വലിയ ആളായിട്ട് പറയല്ല, സത്യം പറയുന്നു. നിങ്ങൾ ചാനലുകൾ ശ്രദ്ധിച്ചു നോക്കണം. മനുഷ്യർ പരസ്പരം സ്നേഹിക്കണമെന്നും സഹകരിച്ച് കഴിയണമെന്നും സൗഹാർദ്ദത്തിൽ കഴിയണമെന്നും ഈ വിദ്വേഷവും വെറുപ്പും മനസ്സിൽ നിന്ന് ഇല്ലാതാക്കണമെന്നും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയണമെന്നും പറയുന്ന എത്ര ചാനലുണ്ടെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കി. എല്ലാ ചാനലുകളും നിങ്ങളെടുത്ത് ഒരു ദിവസമെങ്കിലും 1-2 അവരുടെ ചാനൽ വിശേഷങ്ങൾ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. കാരണം നമ്മൾ ഇന്ത്യക്കാരാണ്, അതിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഭാരതീയരാണെന്ന് വേണമെങ്കിലും പറയാം. ഇപ്പൊ ഈ സംഘപരിവാർ ചെയ്യുന്നെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നിങ്ങൾ ചൈനയിലേക്ക് നോക്കണം, വേറെ എവിടേക്ക് നോക്കണ്ട. നമ്മുടെ അടുത്ത രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ചൈന എന്തുമാത്രം പുരോഗമിച്ച്, ടെക്നോളജി ആയിരുന്നാലും ശരി, അല്ലാത്തതായിരുന്നാലും ശരി, ഏത് രീതിയിലായാലും, സാമ്പത്തിക രംഗത്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ചൈന എന്ന് പറയുന്നത്. നിങ്ങൾ ലോകത്തിന്റെ ഏത് രാജ്യത്ത് ഏത് ഭാഗത്ത് പോയാലും
ചൈനയുടെ ഒരു ഉൽപ്പന്നങ്ങളുമെങ്കിലും ഇല്ലാത്ത, ഉപയോഗിക്കാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടാവില്ല. ഞങ്ങൾ ഗൾഫിൽ വസിക്കുന്നവരാണ്. ഞാൻ എൻ്റെ ഈ വയസ്സാം കാലത്ത് ഞാൻ ഇവിടെ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. ഒരുത്തൻ്റെയും ചെലവിലല്ല കഴിയുന്നത്. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നു. ഇത്രയും വർഷമായിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ, കേരള ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യം പോലും ഇന്ന് വരെ കൈപ്പറ്റിയിട്ടില്ല. അപ്പൊ അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ പുറം രാജ്യത്തിൽ ജീവിക്കുന്നു. എൻ്റെ കുട്ടി ആയിരുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിച്ചതും ഫീസ് കൊടുത്താണ് പഠിച്ചത്. പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്, NSS കോളേജിലാണ് പഠിച്ചത്. ഞാൻ ഫീസ് കൊടുത്താണ് പഠിച്ചത്. എൻ്റെ വാപ്പ, എൻ്റെ പിതാവ് അധ്വാനിച്ച് തന്നതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കാമാവും. ഗ്രാജുവേഷൻ കഴിഞ്ഞ് നേരെ ഗൾഫിൽ കയറി. അത് ഇന്നും ആ ജീവിതം അങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷജന്തുക്കള് ഞാൻ ഒരു കാരണവശാലും, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വളർന്ന ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും എല്ലാം ഒത്തൊരുമിച്ചാണ്. ഏത് കാര്യം, പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും ആഹാരം ഒന്നിച്ച് കഴിക്കും, നമ്മൾ ഒന്നിച്ച് കളിക്കാൻ പോകും, ഒന്നിച്ച് കുളിക്കാൻ പോകും, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പോയിട്ടുണ്ട്. ഇന്നെന്ന് പറയുന്ന ഇവര് ഈ ചാനല്, അതായത് ഇന്ത്യ ലൈവ് എന്ന് പറയുന്ന ഈ ചാനല് നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പൊ കുറച്ച് നാളുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരു പ്രാവശ്യം ഇങ്ങനെ അബദ്ധവശാൽ കേട്ടു. അപ്പോൾ ഞാൻ ജേർണലിസം പഠിച്ചാണ് അങ്ങനെ എങ്ങനെയെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, നല്ലവനായിരിക്കും. എവിടെ ഇവരെന്ന് പറയുന്നത് ഈ നാട്ടിൽ എങ്ങനെ കലാപം ഉണ്ടാക്കാൻ നോക്കും, മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും തമ്മിൽ എങ്ങനെ തെറ്റിക്കാൻ നോക്കും. അതാണ് മുസ്ലിങ്ങൾ ഭീകരന്മാരാണ്, മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. മുസ്ലിം എവിടെയാണ് എന്ത് ഭീകരപ്രവൃത്തിയാണ് ചെയ്തത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരൻ നാഥുറാം വിനായക്. അവൻ ആരാണ്? RSS കാരനാണ്. സംശയമുണ്ടല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടാ? ഇല്ല. രണ്ടാമത്തെ ഭീകരൻ ആരാണ്? 1992 അല്ല, ഡിസംബർ 6 ബാബരി മസ്ജിദ് പൊളിച്ചു. നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ആ പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ക്ഷേത്രം വെച്ചു. ആരാണ് ചെയ്തത്? സംഘപരിവാറുകാരും ഈ RSS കാരുമാണ് ചെയ്തത്. അത് നന്മയാണ്? നല്ലതാണ്? അതായത് അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഇല്ലായിരുന്നു. ക്ഷേത്രം പൊളിഞ്ഞിട്ടില്ല. അതായത് മുഗൾ ചക്രവർത്തിമാർ ഒരൊറ്റ ക്ഷേത്രവും പൊളിച്ചിട്ടില്ല. ചരിത്രം സാക്ഷിയാണ്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. സുപ്രീം കോടതിയാണ് പറഞ്ഞ, ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ് പറഞ്ഞ അവിടെ ഒരു ക്ഷേത്രമില്ലായിരുന്നു. അവിടെ ഒരു ക്ഷേത്രവും പൊളിച്ചല്ല പള്ളി ഉണ്ടാക്കിയത്. ബാബരി മസ്ജിദ്. ബാബർ എന്ന് പറയുന്ന മനുഷ്യൻ, അത് ഈ പേരിട്ടത് തന്നെ ബാക്കിയുള്ളവരാണ് പേരിട്ടത്. ബാബർ അല്ല പേരിട്ടത്. ബാബരി മസ്ജിദ് ബാബർ ഉണ്ടാക്കിയതുകൊണ്ട് ആ പേര് പിന്നീട് ആളുകൾ കൊടുക്കുകയാണ്. ഇപ്പൊ അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സംഘപരിവാർ ശക്തികൾ, RSS എവിടെയെങ്കിലും മുസ്ലിം പേരുണ്ടോ അതിനെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷുകാർ ഇവിടെ ഭരിച്ചു. അവരെത്ര വർഷം ഭരിച്ചു? അവരിവിടെ എന്തെല്ലാം കലാപങ്ങളും കൊടിയ ഇതും ഉണ്ടാക്കി. ഈ സുനിൽ വാളയാറിന്റെ ഒരു ഇത് ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ കാണാനുണ്ട്. പറയുന്നത് ബാബർ അക്രമകാരിയായിരുന്നു, ബാബർ വർഗീയവാദിയായിരുന്നു, ഒരുപാട് ഹിന്ദുക്കളെ കൂട്ടക്കൊലയായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കൂട്ടക്കൊലയുടെ ചരിത്രം അനുസരിച്ച് നിനക്ക് പറയാൻ കഴിയും വാളയാറിനെ? അപ്പൊ നീ എന്തിനാണ് നീ പറയുന്നില്ലേ നിങ്ങളിവിടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി? എന്ത് രാജ്യത്തിന്റെ നന്മയാണ്? രാജ്യത്തിന്റെ നന്മ എന്ന് പറയുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രമാണ് നന്മ. ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, നീ പറയുന്ന ഹിന്ദുക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം, ബാക്കിയുള്ളവരെല്ലാം വന്ന ഇല്ല. ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ലായിരുന്നു. ഇവിടെ ആദ്യം ഇന്ത്യയിൽ ഉണ്ടായ മതം എന്ന് പറയുന്നത് തന്നെ ബുദ്ധമതമാണ്, ജൈനമതമാണ്. അങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായത്. ഒരു മതത്തിലും ഇല്ലാത്ത ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരമാണ്. അത് മാത്രമല്ല, ഹിന്ദു എന്നുള്ള പേര് തന്നെ വിളിച്ചത് മുസ്ലിങ്ങളായ അറബികളാണ്. അതാണ് നീ മനസ്സിലാക്കുക. അതായത് നീ ചരിത്രം പഠിക്കണം. നീ ജേർണലിസം പഠിച്ചത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഈ കള്ളം ചാനലിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് ആളുകളെ വിഡ്ഢികളാക്കരുത്. അതിപ്പോ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതെന്ന് പറയുന്നത് ഹിന്ദു മതത്തിന് നിങ്ങൾ പഠിക്കും. ഹിന്ദു മതത്തിന്റെ അതിന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കും. ക്രിസ്ത്യാനികൾ ക്രിസ്തു മതം അനുസരിച്ച് ജീവിക്കട്ടെ, അവർ അതിനെപ്പറ്റി പഠിക്കട്ടെ. മുസ്ലിങ്ങൾ ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കട്ടെ. ഇവിടെ എന്ത് കുഴപ്പം? ആർക്കെന്ത് കുഴപ്പം? ആരും ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഒരു മതങ്ങളും ആരെയും കൊല്ലാൻ പറഞ്ഞു. ഇസ്ലാമിൻ കൊല്ലാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ചില ഭാഗങ്ങൾ എടുത്ത് അടർത്തുന്നെന്ന് പറയുന്ന ഇസ്ലാം ഈ മനുഷ്യൻ, അതായത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നതാണിത്. ഹിന്ദുക്കൾ വിശ്വസിക്കണമെന്നില്ല. ഞാൻ പറയണം, ചരിത്രം പറയണം. അതായത് ആദമിന് ഹവ്വ എന്ന് പറയുന്നതും ആണ് ആദ്യത്തെ മനുഷ്യ സ്ത്രീയും. ഇവരിൽ നിന്നുണ്ടായ സന്താന പരമ്പരയാണ് ഇന്ന് കാണുന്നതാണെന്നാണ് ഈ ക്രിസ്ത്യാനികളും യഹൂദന്മാരും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത്.
അതിപ്പോ ഹിന്ദുക്കൾ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ വിശ്വസിക്കുന്ന ഇപ്പൊ പറയും ഏക സെല്ലുലാർ പ്രോട്ടോപ്ലാസത്തിൽ നിന്നുണ്ടായി എന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ അത് ഡാർവിൻ തിയറിയാണ്. ഡാർവിൻ എന്നാണ് ഉണ്ടായത്, അതിനുശേഷമല്ലേ ഈ തിയറി ഉണ്ടായത്. അപ്പൊ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കാനുള്ള പണ്ട് കാലത്ത് ഇവിടെ വിശ്വസിച്ചിരുന്നത് സൂര്യൻ ഭഗവാനാണ്, ചന്ദ്രൻ ഭഗവാനാണ്, ഭൂമി ദേവിയാണ്. സൂര്യ ഭഗവാൻ ഭൂമിയിലെ ദേവിയുമായിട്ട് ശാരീരിക ബന്ധത്തിലിട്ട് മക്കളുണ്ടായി എന്ന് വിശ്വസിച്ച ഒരു സമൂഹമാണ് ഇന്ത്യയിൽ ജീവിച്ചിരുന്നത്. ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, അത്ഭുതമായ എന്ത് കണ്ടാലും അതിന് ആരാധനയോട് കണ്ടിരുന്ന ഒരു ജനവിഭാഗം പണ്ട് കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്മാരുണ്ടായത്. ജനങ്ങളെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരുണ്ടായത്. ആ പ്രവാചകന്മാര് ദൈവത്തിന്റെ നമ്മളെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആയിരക്കണക്കിന് കിലോമീറ്റർ നെർവ്സ് ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ കണ്ണുണ്ട്. ഈ കണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് അത്ഭുതമാണ്! എങ്ങനെ എവിടെയാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്? ആരെങ്കിലും കൊണ്ട് ഫിറ്റ് ചെയ്തതാ? മൂക്ക്, നമ്മൾ ശ്വസിക്കുന്ന മൂക്ക്, നമ്മൾ ശ്വസിക്കുന്ന വായു, ഇതൊക്കെ ആരാണ് അഡ്ജസ്റ്റ് ചെയ്തത്? നമ്മളെ പല്ല്, നമ്മളെ നാക്ക്, നമ്മളെ മൂക്ക്, നമ്മളെ ചെവി, കേൾക്കുന്നത്, ഇതെല്ലാം നമ്മൾ ആലോചിക്കണ്ടേ? നമ്മുടെ ഹൃദയം, ആ മക്കീന, ആ എഞ്ചിൻ ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിക്കുന്നത്? സ്ത്രീക്ക് ശരീരത്തിൽ വരുന്ന രക്തം, എന്നിട്ട് അവർക്ക് പ്രസവിക്കുമ്പോൾ കുട്ടിയെ കൊടുക്കാനുണ്ടാകുന്ന പാല്, ഇതൊക്കെ എങ്ങനെ സംവിധാനം ചെയ്യും? ചുമ്മാ ഉണ്ടാവും. അപ്പൊ ഇതിനൊരു സൃഷ്ടാവ് ഉണ്ടാവും. ആ സൃഷ്ടാവിനെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ആ സൃഷ്ടാവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇത് ആർക്കും എന്തുവാവാം. നിനക്ക് വേണമെങ്കിൽ ആരാധിക്കാം, വേണമെങ്കിൽ ഇസ്ലാം ആരെയും ഒരു മതമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. അങ്ങനെയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആരെങ്കിലും ആക്രമിച്ചു കൊല്ലുന്നില്ല. അത് മാത്രമല്ല, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, യഹൂദന്മാർ വിശ്വസിക്കുന്നു. നേരത്തെ ഹിന്ദു ആൾക്കാർ വിശ്വസിച്ചിരുന്നത് എന്താണ്? സ്വർഗവും നരകവും ഉണ്ടെന്ന് തന്നെയാണ്. അപ്സരസുകളെ പറ്റി ഹിന്ദുമതം പറയുന്നുണ്ടല്ലോ. അപ്പൊ മുസ്ലിങ്ങള് പിന്നെ ഹൂറികളെ പറ്റി പറയുമ്പോഴത്തേക്ക് എന്താണ് അവരെ കളിയാക്കുന്നത്? അപ്സരസുകളെ പറ്റി ഹിന്ദുമതത്തിലും പറയുന്നുണ്ട്, എല്ലാത്തിലും പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ ഇങ്ങനെ ആകാശത്തോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ആകാശത്ത്. അപ്പൊ ദൈവം എവിടെയാണ്? ആകാശത്ത് തന്നെയാണ്. അപ്പൊ ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിച്ച് ഇതിനെ കുളം കോരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ആർക്കും ഏത് മതവും വിശ്വസിക്കാം, അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ മുസ്ലിങ്ങൾ ഭീകരന്മാരാണെന്ന്, മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണെന്ന്, നിങ്ങൾ രാജ്യദ്രോഹികളെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. യുപിയിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്ത്, ഡൽഹിയിൽ 4 പേരെ അറസ്റ്റ് ചെയ്ത്, ഹരിയാനയിൽ വേറൊരുത്തനെ അറസ്റ്റ് ചെയ്ത്. ഇതൊക്കെ സംഘപരിവാർ ബന്ധമുള്ള ഹിന്ദുക്കളാണ്. അപ്പൊ അത് മനസ്സിലായി. അതൊന്ന് ഈ പൊട്ടൻ ഈ സുനിൽ വാളയാർ എന്തുകൊണ്ടാണ് ചർച്ചയാക്കാത്തത്? അതെങ്കിലും ഒരു മുസ്ലിം പേരുകാരനായിരുന്നെങ്കിൽ അതിങ്ങനെ ദിവസങ്ങളോളം ചർച്ച ചെയ്യും. അവര് വന്നിരുന്ന അവർ കുറച്ചു പേരാണ്, വേറെ ആർക്കും അവിടെ സംസാരിക്കാനുള്ള സൗകര്യമില്ലല്ലോ. അവരങ്ങനെ ചർച്ച ചെയ്യണം. അപ്പൊ മുസ്ലിങ്ങൾ ഭീകരന്മാരാണ്, ഒറ്റുകാരാണ്. ഈ ലോകത്ത്, അതായത് നിങ്ങൾ ഏത് ലോകത്തെ ഏത് രാജ്യമാണ്, മുസ്ലിങ്ങൾ ഒറ്റിയ ചരിത്രം. മുസ്ലിങ്ങൾ ഒറ്റൂല. ഒരു ദൈവവിശ്വാസി, ഇസ്ലാം മത വിശ്വാസി ഒരു കാരണവശാലും ഒറ്റൂല. അത് ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അറിയാം. മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാമെന്നും അവർ അയൽപക്കക്കാരായിരുന്നു, നമുക്ക് നന്മയാണ് ഉണ്ടാവുന്നതെന്നും നല്ലതാണെന്നും എല്ലാവർക്കും അറിയാം. ഈ പൊട്ടന്മാര് വന്നിരുന്ന്, വിഡ്ഢികളായ യവന്മാര് വന്നിരുന്ന് ഈ മുസ്ലിങ്ങളെ പറ്റി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ അവരൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇത് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഭീതി ഉണ്ടാക്കുകയാണ്. അവരങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റാണ് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്കറിയാം, മലബാർ ഭാഗത്ത് പണ്ട് കാലത്ത് എല്ലാ സ്കൂളുകളിലെയും അധ്യാപകരെന്ന് പറയുന്നത് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും നമ്മുടെ മധ്യ തിരുവിതാംകൂർ ഭാഗത്തുനിന്നും പോയവരാണ്. അവരൊക്കെ എന്ന് പറയുന്നത് അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു പോകില്ല അവരുടെ നാട്ടിലോട്ട്. അവിടെ തന്നെ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള ആൾക്കാർ അത്രയും നന്മയുള്ളവരാണ്, നല്ല സ്നേഹമുള്ളവരാണ്, അവർ ഏത് രീതിയിലും സഹായിക്കുന്നവരാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിദ്വേഷവും വെറുപ്പും പുലർത്തുന്നവർക്ക് അങ്ങനെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണമെന്നില്ല. അവരുമായിട്ട് സഹകരിക്കാത്തതിന്റെ കുഴപ്പമാണ്. കാരണം എന്ന് പറയുന്നത് അവരുടെ ബുദ്ധി മരവിച്ചവരാണ്. അവർ ഈ വിസർജ്യം, വടക്കേ ഇന്ത്യൻ ഗോസ്വാമിമാര് പറയണം പശുവിന്റെ മൂത്രം കുടിക്കണമെന്നും അതിന്റെ തീട്ടം തിന്നണമെന്നും പറഞ്ഞാൽ അത് തിന്നണമെന്നും വിശ്വസിച്ച് നടക്കുന്ന ഇവരെയൊക്കെ പറ്റി എന്താണ് നമുക്ക് പറയാനുള്ളത്? എന്തായാലും ശരി സഹോദരങ്ങളെ, നമ്മളെല്ലാം ഒത്തൊരുമയോടുകൂടി ഈ നാട്ടിൽ ജീവിക്കണം, സന്തോഷമായിട്ട് സൗഹൃദത്തിൽ കഴിയണമെന്ന്, നാടിന്റെ നന്മയെ ജനങ്ങളുടെ ക്ഷേമത്തിനും നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി, അഭിവൃദ്ധിക്കും വേണ്ടി നമ്മൾ പണിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ചാനലുകളാണ് ഈ മറുനാടൻ ഷാജനായിരുന്നാലും യവനായിരുന്നു, ഈ വാളയാർ മലയാളം ലൈവ് ആയിരുന്നാലും ഒരു കർമ്മമുണ്ട്.
ഒരു തത്വമയുണ്ട്. ഇവരൊക്കെ വിഷം ചീറ്റുന്നവരാണ്. ഇവരിൽ നിങ്ങൾ യാതൊരു കാരണവശാലും നന്മ പ്രതീക്ഷിക്കരുത്. കാരണം ആദ്യം മുസ്ലിങ്ങളെ പിടിക്കും, പിന്നെ ക്രിസ്ത്യാനികളെ പിടിക്കും, പിന്നെ ദളിതരായ പാവപ്പെട്ട ഹിന്ദുക്കളെ പിടിക്കും. നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഡൽഹിയിൽ ക്ഷേത്രം പൊളിച്ചു കളഞ്ഞു. ക്ഷേത്രം 1400 വർഷം പഴക്കമുള്ളതെന്നാണ് അവർ പറയുന്നത്. അതിനെ പൊളിച്ചു കളഞ്ഞ് എന്തിനു വേണ്ടി? RSS കാര്യാലയത്തിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി. എത്ര ജനങ്ങൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി, വല്ല കാര്യം ഉണ്ടാ? അപ്പൊ ഈ ബുൾഡോസർ പിന്നെ നിയമം എന്ന് പറയുന്ന ഇവർ എല്ലാ സ്ഥലത്തും വ്യാപിപ്പിക്കും. അത് ഈ സുനില് മനസ്സിലാക്കാത്ത, സുനിലിന്റെ വീട് പൊളിക്കാൻ വരുമ്പോഴാണ് പിന്നെ അറിയുന്നത്. എന്തായാലും ശരി, സംഘപരിവാറുകാർ നിങ്ങൾ അകർത്തി നിർത്തണം. കേരളത്തിൽ യാതൊരു കാരണവശാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് 11-ാം തീയതി. യാതൊരു കാരണവശാലും നിങ്ങൾ അയാൾ നല്ലവനാണ് എന്നും പറഞ്ഞ് BJP-ക്കാരന് നിങ്ങൾ വോട്ട് കൊടുക്കും. നിങ്ങൾ ഒന്നീ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ വലതുപക്ഷത്തിന്, അതായത് പിന്നെ UDF, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനോ LDF-നോ കൊടുക്കേ ചെയ്യാവൂ. നിങ്ങൾ ഇങ്ങനെയുള്ള വിവരം കെട്ടവന്മാർക്കും ചാണകം തിന്നിങ്ങൾക്കും നിങ്ങൾ വോട്ട് കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ചാനലുകൾ യവന്മാരെ വെറുക്കണം നമ്മൾ മനുഷ്യർ. അതായത് അവർ വെറുപ്പും വിദ്വേഷവും പുലർത്തുന്നവരാ. അതിനെപ്പറ്റി പ്രചാരണം നടത്തുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.